എവിടെയായാലും ക്യാമറ ഉപയോഗം ഔചിത്യപൂർണ്ണമായിരിക്കണം. ഞാൻ ഇന്ന് കേരള പോലീസിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കാണാനിടയായി. വളരെ ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് എനിക്കത് തോന്നി. ഇതുപോലുള്ള ക്യാമറ ഉപയോഗങ്ങൾക്കെതിരെ അതിശക്തമായ നടപടി എടുത്തേ പറ്റൂ. കാരണം അതിര് കിടക്കുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് പലപ്പോഴായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിത് ആവർത്തിച്ച് കണ്ടപ്പോൾ എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെയായിപ്പോയി എന്നൊരു ചിന്ത മനസ്സിൽ വന്നു. നമുക്കെല്ലാവർക്കും ഏറെ ബഹുമാനമുള്ള സലീം കുമാർ, അതുല്യ നടൻ, അദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ടു. ദീർഘനാളായിട്ട് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത്ര പെട്ടെന്നുള്ളൊരു വിയോഗം വളരെ അപ്രതീക്ഷിതമായിരുന്നു. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അദ്ദേഹം ചെയ്തു വെച്ച പല ക്യാരക്ടേഴ്സിന്റെയും ഡയലോഗുകൾ ഇപ്പോഴും നമുക്ക് ഫെമിലിയർ ആണ്. നമ്മൾ പല സാഹചര്യത്തിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തമാശ രൂപേണയൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനായിരുന്നു അദ്ദേഹം. നല്ല നല്ല റോൾസ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. തമാശയിൽ നിന്ന് ഇവരുടെ ഒരു സ്വിച്ചിങ് ഉണ്ടല്ലോ, സീരിയസ് റോളിലോട്ട് മാറുമ്പോൾ ഒരു സ്വിച്ചിങ്. പക്ഷെ പലപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ വണ്ടടിച്ച് വന്നിട്ടുണ്ട് ചില അഭിനയമൊക്കെ കാണുമ്പോൾ. അപ്പൊ അതുപോലൊരു കാറ്റഗറിപ്പെട്ട ഒരാൾ തന്നെയാണ് അദ്ദേഹം. എനിക്ക് പറയണം തോന്നിയ രണ്ട് കാര്യങ്ങളാണ് ഇതിനോട് വെച്ച്. ഒന്ന്, മാധ്യമധർമ്മം. അതിപ്പോ മുഖ്യധാര മാധ്യമങ്ങളായിക്കോട്ടെ, സോഷ്യൽ മീഡിയ മാധ്യമങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ഭയങ്കര അതിരുവിട്ട ഒരു കടന്നുകയറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഒരു മരണ വീട്ടില് പാലിക്കേണ്ട സാമാന്യ മര്യാദ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാൻ പാടില്ലേ? ആ ഒരു കുടുംബത്തിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും, ആ ഒരു മനുഷ്യനുമായിട്ട് അടുത്ത് നിൽക്കുന്നവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, ഇതൊന്നും ചിന്തിക്കാതെ അങ്ങ് കയറി ചെന്ന് ആരൊക്കെ വരുന്നു അവരുടെ എല്ലാം ക്ലിപ്സ് എടുത്ത്. ഞാൻ ഇതിന്റെയൊക്കെ ക്യാപ്ഷൻ കണ്ട് ഞെട്ടിപ്പോയി. സലീം കുമാറിനെ കാണാൻ വന്ന ഇന്ന നടൻ അല്ലെ ഇന്ന ആൾ ചെയ്തത് കണ്ടോ? ഒരു സാമാന്യ മര്യാദ പാലിക്കപ്പെടണം. എന്തായാലും ഞാൻ ഞെട്ടിപ്പോയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ആളുകൾ മാറി നിൽക്കുന്നില്ല. അവസാനം ഗതികെട്ട് അദ്ദേഹത്തിന്റെ മകന് പ്രതികരിക്കേണ്ടി വന്നു. ഒരു പരിധിയില്ലേ മനുഷ്യന്? ഈ ഇടയ്ക്ക് ഞാൻ ഇതുപോലൊരു ഓൺലൈൻ മീഡിയയില് ഒരു ക്യാമറമാനോട് സംസാരിക്കാനിടയായി. അപ്പൊ അയാൾ പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ, ഇത് വലിയൊരു ചെയിനാണ്. നമ്മളൊരു ട്രെയിൻ ഇറങ്ങുന്നു അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ടിൽ വരുന്നു, ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. പിന്നെയാണ് മനസ്സിലായത് ഇത് എ കൈൻഡ് ഓഫ് പ്രൊമോഷൻ തന്നെയാണ്. ഇവരെ അറിയിക്കുന്നു, ഇവർ വന്ന് വീഡിയോസ് എടുക്കുന്നു, ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, വൈറലാക്കുന്നു. പറയുന്ന രീതി രസകരമാണ്. ആദ്യം ഇവര് ഒരു ഫ്രീ പ്രൊമോഷൻ പോലെ ചെയ്തു കൊടുക്കും. ഇതുപോലെ പ്രമുഖരായ ആളുകൾ വരുന്ന എല്ലാ വേദികളിലും പോകുന്നു, ഇവരുടെ എല്ലാവരുടെയും ഇൻഡിവിജ്വൽ വീഡിയോസ് എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, അത് റീച്ചാക്കി എടുക്കുന്നു. വൺസ് അത് റീച്ചായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡീൽ സംസാരിക്കും. ഐ വാസ് ഷോക്ക്ഡ്. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്, ഓക്കെ ഇതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എനിക്കിതിനെക്കുറിച്ച് ധാരണയില്ലായിരുന്നു. പക്ഷെ ഒരു മരണ വീട്ടിലൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. വേറെ പല സമയത്തും ഔചിത്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ആ ഒരു മാനസികാവസ്ഥ പോലും കണക്കാക്കാതെ ചെന്ന് സംസാരിക്കുന്ന കുറച്ച് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു സംഭവം പാടില്ല. കാരണം ഓരോരുത്തർക്കും അവരുടേതായ പ്രൈവസി ഉണ്ട്, അവരുടെ ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട്. അതിലേക്ക് ആരും ഒരു പരിധി കഴിഞ്ഞ് കടന്നു ചെല്ലരുത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ട കുറെ കമന്റ്സ് ആണ്. ആരും ആയിക്കോട്ടെ, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹം അത്രയും വലിയൊരു ക്രൈം ചെയ്ത ഒരാളൊന്നുമല്ല, ഒരു സാധാരണ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു രോഗാവസ്ഥയെ കുറച്ചു പേരെങ്കിലും കണ്ടൊരു രീതി ഒട്ടും മനുഷ്യത്വപരമല്ലെന്നേ. ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ. നമ്മൾ ഒരാൾക്ക് ഒരു രോഗം വരിക എന്ന് പറയുന്നത് സർവ്വസാധാരണ. ഇപ്പൊ എനിക്കോ അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കോ ആർക്കു വേണമെങ്കിലും ഈ രോഗാവസ്ഥ ഉണ്ടാകാം, ഏത് രോഗമായിക്കോട്ടെ. അന്നേരം നമ്മൾ ഇത്രയും ഇതുപോലെ വാക്കുകൾ, ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ വില തന്നെ കളയണോ? അത്ര അതപ്പത്തിക്കണം. മനുഷ്യത്വം ഒട്ടുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണോ? നമ്മൾ ചിന്തിക്കണം. ഒരാൾ രോഗാവസ്ഥ കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ്. ഇതുപോലെയൊക്കെ മോശമായി പ്രതികരിക്കുന്ന ആളുകളെ കൂടി ലിമിറ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൂടി ഉണ്ടാകണം. കാരണം അതും മോണിറ്റർ ചെയ്യപ്പെടണം. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മനുഷ്യനായി ജനിച്ചത് കൊണ്ട് മാത്രം കാര്യമല്ല, മനുഷ്യനായി ജീവിക്കണം, മനുഷ്യനായി തന്നെ മരിക്കണം.